എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാനിങ്ങനെ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മുമ്പിലേക്ക് ഈ ഒരു ഫോട്ടോ വന്നു കിട്ടിയത്. എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: കേരളം പറയുന്നു തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പോസ്റ്റർ. രക്ഷയില്ല, ഒരു ഗംഭീര പോസ്റ്റർ തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി ഈ ഒരു പോസ്റ്ററിനെ. എന്തായാലും ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ചേടാ, ഞാൻ ഇത്ര നേരം അല്ലെങ്കിൽ ഇത്ര കാലം വീഡിയോ ചെയ്തിട്ടും പിണറായി വിജയൻ സഖാവിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നിപ്പോയി. എന്തായാലും നാളെ വോട്ടെടുപ്പല്ലേ, ഇപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമില്ലെന്ന് തോന്നിപ്പോകുന്നു. ഞാൻ പറയുന്നേക്കാൾ നല്ലത് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിലൊരു ഡയലോഗുണ്ട്: വെറുത്ത് 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 വെറുപ്പിന്റെ അവസാനം കുഞ്ഞികൃഷ്ണനെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. ഏതാ സിനിമ? ഒരു ഗംഭീര പാട്ടൊക്കെ ഉണ്ട്: വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണ്. അങ്ങനത്തെ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? എന്താ സിനിമയുടെ പേര് പറഞ്ഞുപോയി. എന്തായാലും ആ സിനിമ ആരെങ്കിലും ഓർമ്മ വരുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യണേ, വിട്ടേക്കാം. എന്തൊക്കെയായാലും ഇവിടെ ചില ആളുകൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലർക്കും പല വെറുപ്പെന്നല്ല പറയുന്നേ. എന്നാൽ വെറുപ്പ് എന്ന് പറയുന്ന പല ആളുകളും ചില സ്വകാര്യ സന്ദർഭത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒന്ന് ഇങ്ങനെയാണ്: നമ്മൾ ആരും പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാതന ശാരീരികമായി നേരിട്ട ഒരാള് ആരെന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞാൽ വാർത്തയാവും, ഞാൻ പറയുന്നില്ല. അവിടെ ഇദ്ദേഹം വാർത്തയാവുമെന്ന് പറയുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഒരു BJP കാരനാ. അദ്ദേഹം ചെറുപ്പക്കാരനായ MLA അടിച്ച് കാല മുടിച്ച് ഫ്രാക്ചറോട് കൂടി കൊണ്ട് കവാടം തള്ളപ്പോഴും അവിടുത്തെ റെക്കോർഡുകൾ എഴുതി ഈസ് അഡ്മിറ്റഡ്, നോ ഇഞ്ചുറീസ് അറ്റ് ഓൾ. അത് എന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ അദ്ദേഹത്തിന് പെർമിഷനോട് കൂടി അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്വതന്ത്രമായി ആര് ചിന്തിക്കുന്നു? എന്റെ രാഷ്ട്രീയം കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിലെ വാഴ്ത്തപ്പെട്ടവനായി എന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് പറയാൻ പാടില്ല. പക്ഷെ ഞാനത് 1977 മാർച്ച് 30 അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് അനുമതിയോടുകൂടി എന്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ പറയുന്നത് ഒരു BJP കാരനാണ്. വേണമെങ്കിൽ വെറും ഒരു BJP കാരൻ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അദ്ദേഹം സത്യസന്ധമായിട്ട് അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പിണറായി വിജയനെ കുറിച്ചിട്ടാണ്. അത്രയ്ക്ക് ധൈര്യമുള്ള ധീരനായിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ എന്നാണ്. ഇനി വേറൊരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നെ ഗവർണർക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങള് മറ്റേ നിക്കറിൽ മുള്ളിയ കാര്യം എനിക്കറിയാവുന്ന തിരിച്ചടിച്ച ഗവർണറാണ്. ഈ ഗവർണറെ ആർക്ക് പേടിപ്പിക്കാൻ കഴിയും? നമ്മുടെ ആരിസ് ഖാനെ കുറിച്ചിട്ടാണ് പറഞ്ഞ് ഈ ഗവർണർ ആര് പേടിപ്പിക്കാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന പാനലിസ്റ്റ് തന്നെയാണ് ഇദ്ദേഹം വേണുവിന് ഉത്തരം കൊടുക്കുന്നത്. ആ ഉത്തരം അതിഗംഭീരമാണ് കേട്ടോ. പിണറായി വിജയനെ പോലുള്ള ഒരാള് വിചാരിച്ചാൽ കേരളം വിറപ്പിക്കും. അങ്ങനെ എല്ലാ ഭീഷണികളും നേരിട്ട് വന്ന ഒരാളാണ് അദ്ദേഹം. ആരിഫ് മുഹമ്മദ് ഖാനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു വ്യക്തി. ജയശങ്കർ എന്നോട് യോജിക്കുന്ന ഒരിക്കലും അത് ഗവർണർ തോറ്റുപോകാന്നല്ലാണ്ട് പിണറായി തോൽക്കില്ല. അത് ഒരു പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് ഒരു ഗൂസ് പംപ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പലരും പറയുമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അവസാനമായിട്ടൊരു കോൺഗ്രസ്സുകാരനാവാം അല്ലേ? ശരി, കോൺഗ്രസ്സുകാരൻ. മാധ്യമങ്ങൾ പലപ്പോഴും പല അജണ്ടകളുമായി രംഗത്ത് വരും. ആ മാധ്യമ അജണ്ടകളുടെ പിന്നാലെ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വം പോകാൻ പാടില്ല. ശ്രീ പിണറായി വിജയൻ ഒരിക്കലും പോയിട്ടില്ല. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു കാർക്കശ്യം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് മാധ്യമങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ട് ലവലേശം മാധ്യമ ആരോപണങ്ങൾ ഭയപ്പെടുകയോ ഭയവിഹ്വലനാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും പിണറായി വിജയനൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊന്നും തലോടലുകൾ ലാളനകൾ ഏറ്റു വളർന്ന ഒരാളല്ല ഞാൻ എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ ഒന്നും ലാളനകളോ സ്നേഹലാളനകളോ സ്നേഹവാക്കുകളോ കേട്ട് വളർന്നൊരു ആളല്ല ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രശ്നമായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ രാഷ്ട്രീയം, വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക്, സ്വന്തം പാർട്ടിയെ ചതിക്കുന്ന ആളുകളെ ഒരു മടിയും കൂടാതെ നാറിയെന്നും പരനാറിയെന്നും
ഡാഷ് മോനെ എന്നും കേരളത്തെ അപമാനിക്കാൻ വരുന്ന ആൾക്കാരനെ എടാ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കാൻ ഒരു മടിയും കൂടാതെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ട് ഇനി ചരിത്രത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമല്ലേ? ഒട്ടും മോശമില്ലെന്ന് ഞാൻ അതിനെപ്പറ്റി പറയുക. കാരണം നമ്മുടെ കേരളത്തെയാണ് അപമാനിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അപമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതിനൊരു പക്ഷെ ഒരാളെ ഡാഷ് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നന്നായി പോയി എന്നൊക്കെ തന്നെയാണ് ഞാനും പറയുകയുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. അതായത് ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നെഗറ്റീവായിട്ട് മാത്രം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാലമാണ്. എന്നിട്ടും ആളുകൾക്കിടയിൽ ശക്തനായിട്ട് ഈ മനുഷ്യൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം. ഇനി നമുക്ക് കഴിഞ്ഞ തവണ വരെ ഇലക്ഷനില് നമ്മുടെ ഗവൺമെന്റിന്റെ നിലനിൽക്കുന്ന ഗവൺമെന്റ് എത്രത്തോളം വോട്ട് നൽകും, എത്രത്തോളം വോട്ടിൽ വിജയിക്കും എന്നൊക്കെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ തവണ സനീഷൊക്കെ ഉള്ള ഒരു ചാനലാണ്. ഇന്ന് ആ ചാനലിൽ അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ന്യൂസ് മലയാളം അതിനെക്കുറിച്ച് ഗംഭീരമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേൾക്കാം. നമ്മൾ ഇനി ഈ സർവേയിലെ ഏറ്റവും ഉദ്യോഗഭരിതമായ ആ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളം ആര് ഭരിക്കുമെന്ന പ്രവചനം. ഓരോ മുന്നണിക്കും എത്ര വോട്ട് വിഹിതം കിട്ടും, അത് എത്ര സീറ്റ് വരെ എത്തും, അതിനിർണായകമായ ആ ചോദ്യത്തിലേക്ക്. അതാണ് അപ്പോൾ LDF മുൻതൂക്കം എന്നതാണ്. അതായത് വളരെ പ്രകടിതമായിട്ടുള്ള മുൻതൂക്കം, വളരെ നല്ല സേഫായിട്ടുള്ള മുൻതൂക്കമുണ്ട് എന്നതാണ് ന്യൂസ് മലയാളത്തിന്റെ അന്തിമ മലയാളത്തിന്റെ ഒരു പ്രവചനാണ്. 90 സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. 90 സീറ്റ്. കഴിഞ്ഞ തവണ ഇവര് ഇതേപോലെ തന്നെ പ്രഖ്യാപിച്ചൊരു 3 സീറ്റാണ് കൂടിപ്പോയത്. കൂടുകയോ കുറയുകയോ ചെയ്തത് 3 സീറ്റിന്റെ കണക്കാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാം. ഏത് ഇത്. അപ്പൊ സുഹൃത്തുക്കളെ, ഗുഡ് നൈറ്റ്, ബൈ.